അന്ധവിശ്വാസവും മന്ത്രവാദവും തടയാനുള്ള ബില്ലിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ നീക്കത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. ബില്ലിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ വിശദീകരണം പര്യാപ്തമല്ലെന്നും പുതിയ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ സർക്കാർ അറിയിച്ച വിശദീകരണം അതെന്താണ്? അത് പര്യാപ്തമല്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? കേരള യുക്തിവാദി സംഘമാണ് സംസ്ഥാനത്ത് മന്ത്രവാദത്തിനും അഭിചാരത്തിനുമെതിരെ നിയമനിർമ്മാണം സ്വീകരിക്കുന്നതിൽ സർക്കാർ നിലപാട് ചോദിച്ച് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. അതിന്മേലാണ് ഇപ്പോൾ സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 2019 ഇതേ വിഷയത്തിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് KT തോമസ് കമ്മീഷനെ സർക്കാർ നിയമിക്കുകയും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു. സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും 2023 ചേർന്ന ഒരു ക്യാബിനറ്റ് യോഗത്തിൽ അത്തരമൊരു നടപടി വേണ്ട എന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളുകയായിരുന്നു. ആ തീരുമാനമാണ് ഇന്ന് കോടതിയെ അറിയിച്ചത്. മറ്റ് വിശദാംശങ്ങളൊന്നും ആ അഫിഡവിറ്റിൽ പറയുന്നില്ല. നയപരമായ പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിലുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ കോടതി അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു വിശദീകരണമല്ല കോടതി പ്രതീക്ഷിക്കുന്നത്. എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായി പറയണം. നയപരമായ കാര്യത്തിനപ്പുറത്ത് എന്തെങ്കിലും സാമൂഹ്യപരമായ വിഷയങ്ങളുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസം പുതിയ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറെ നിർണായകമായിരിക്കും. വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും ചേർന്നത്.